നമസ്കാരം. അജയ്സ് പ്രസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. നിങ്ങൾക്കറിയാമോ, വളരെ ചെറിയത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള മൈറ്റ്സ് അഥവാ കുഞ്ഞു കുഞ്ഞു പുഴുക്കൾ അല്ലെങ്കിൽ ചെള്ളുകൾ നിങ്ങളുടെ ശരീരത്തിൽ, നിങ്ങളുടെ തൊലിപ്പുറത്ത് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ അത് ഒരുപക്ഷെ നിങ്ങൾ വിശ്വസിക്കില്ല എന്ന് എനിക്കറിയാം. അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് കുറച്ചധികം ഭീതിതമായ ഒരു അറിവായി തോന്നിയേക്കാം. നമ്മുടെ വയറ്റിനുള്ളിലും അന്നനാളത്തിലുമൊക്കെ നിരവധി ജീവികളും വിരകളും കൃമികളും ഒക്കെ ഉണ്ട് എന്ന കാര്യത്തിൽ നിങ്ങൾക്കാർക്കും തർക്കമുണ്ടാകാനിടയില്ല. മനുഷ്യ ശരീരത്തിൽ 39 ട്രില്യൺ എന്ന് പറയുമ്പോൾ നിസ്സാരമെന്ന് തോന്നാം. എന്നാൽ അതിനെ നമ്പറുകളാക്കുകയാണെങ്കിൽ 39 ലക്ഷം കോടി എന്നതാണ് ശരി. അത്രയും മൈക്രോബിയൽ ആയിട്ടുള്ള ബാക്ടീരിയ, വൈറസ്, ഫംഗി നമ്മുടെ ഉള്ളിലും നമ്മുടെ പുറത്തും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട്. നമ്മുടെ ശരീരമാണ് അവരുടെ ആവാസ കേന്ദ്രം. ഇതിനെ ഒന്നാകെ ഹ്യൂമൻ മൈക്രോബയോം എന്നാണ് പറയുന്നത്. അതിലൊന്ന് മാത്രമാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന ഡെമോഡെക്സ് മൈറ്റ്സ്. മൈറ്റ്സിന് തത്തുല്യമായ മലയാള പദമില്ല. നേരത്തെ പറഞ്ഞതുപോലെ ചെള്ളുകളെന്നോ കുഞ്ഞൻ മൂട്ടകളെന്നോ ഒക്കെ ഇതിനെ പറയാം. ഇനി ഞെട്ടില്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയാം. അത് ജീവിക്കുന്നത് കൂടുതലും നിങ്ങളുടെയും എൻ്റെയും മുഖത്താണ്. ഉപമ അലങ്കാരത്തിൻ്റെ ഉദാഹരണമായിട്ട് നമ്മളൊക്കെ കുഞ്ഞു ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. മന്നവേന്ദ്ര വിളങ്ങുന്നു ചന്ദ്രനെ പോലെ നിൻ മുഖം എന്ന്. രാജാവിനെ നോക്കി ഏതോ കവി പാടിയതാണ്. പക്ഷേ അന്ന് മനുഷ്യൻ ചന്ദ്രനിൽ പോയിരുന്നില്ല. ഇന്നിപ്പം ഇതുകൂടി കേട്ടാൽ രാജാവ് അത് പാടിയ കവിയുടെ തല തീർച്ചയായും അത് കഴുത്തിനു മീതെ ഉണ്ടാവില്ല. ഞാൻ ആദ്യം പറഞ്ഞു, ഡെമോഡെക്സ് എന്നാണ് ഈ മൈറ്റ്സിൻ്റെ പേര്. നമ്മുടെ മുഖത്ത് രോമകൂപങ്ങളോട് ചേർന്ന് ജീവിക്കുന്ന പാരസൈറ്റ്സ് അഥവാ പരാന്നഭോജികളായ മൈറ്റ്സ് ആണ് ഡെമോഡെക്സ്. പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ കാണിക്കാത്തത് കൊണ്ട് നമ്മളിൽ ഭൂരിഭാഗം പേർക്കും ഇങ്ങനെ ചില ജീവികൾ നമ്മുടെ മുഖത്ത് സസുഖം വാഴുന്നുണ്ട് എന്ന കാര്യം അറിയില്ല. ഇതിൻ്റെ ചിത്രങ്ങൾ കണ്ടിട്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. ഫേസ് വാഷും സോപ്പും പിന്നെന്തൊക്കെയോ ഇട്ട് കഴുകിയിട്ട് ഓടി ഇനി ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മുഖത്ത് എന്തൊക്കെയാണോ ചെയ്യാവുന്നത് അതൊക്കെ ചെയ്താലും ഈ ജീവി നമ്മുടെ മുഖത്ത് നിന്ന് പോകില്ല. ഇനി കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് കുട്ടപ്പനായി മേക്കപ്പ് ഒക്കെ ചെയ്ത് സുന്ദരനും സുന്ദരിയുമായി പുറത്തിറങ്ങുമ്പോൾ ഓർമ്മിക്കുക, ഡെമോഡെക്സ് മൈറ്റ്സിനെ കൂടിയാണ് നിങ്ങൾ പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പനാക്കിയത് എന്ന്. ഇത് ഒരു ഒബ്ലിഗേറ്റ് എക്ടോ പാരസൈറ്റ് ആണ്. മനുഷ്യൻ്റെ പൈലോസെബേഷ്യസ് ഗ്ലാൻഡിനോട് ചേർന്നും അതിൻ്റെ ഉള്ളിലുമൊക്കെയായി കാണപ്പെടുന്ന ഒരു തരം ജീവിയാണ് ഡെമോഡെക്സ് മൈറ്റ്സ്. ഡെമോഡെക്സിൻ്റെ മനുഷ്യനിൽ കാണപ്പെടുന്ന 2 തരം സ്പീഷീസാണ് ഉള്ളത്. ഒന്ന് ഡെമോഡെക്സ് ഫോളിക്കുലോർ, രണ്ടാമത്തത് ഡെമോഡെക്സ് ബ്രെവിസ്. ഡെമോഡെക്സിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഇൻഫെസ്റ്റേഷൻ സാധാരണഗതിയിൽ ലക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാതെ, വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാതെ പോവുകയാണ് പതിവ്. എന്നാൽ ശരീരത്തിൻ്റെ പ്രതിരോധ സംവിധാനത്തിൽ അസന്തുലിതാവസ്ഥ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ ഇമ്മ്യൂണോ കോംപ്രമൈസ്ഡ് ആകുമ്പോൾ വളരെ കൂടിയ സാന്ദ്രതയിൽ ഡെമോഡെക്സ് കാണപ്പെടാറുണ്ട്. ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഡെമോഡെക്സ് മനുഷ്യനിൽ രോഗകാരിയാകുന്നത്. ഡെമോഡെക്സ് ആദ്യം പറഞ്ഞതുപോലെ തന്നെ വലിയ ഉപദ്രവകാരിയൊന്നുമല്ല, എങ്കിലും അത് പലതരത്തിലുള്ള ത്വക്ക് രോഗങ്ങൾക്കും കാരണമാകാറുണ്ട്. ഇങ്ങനെ ഡെമോഡെക്സ് ഉണ്ടാക്കുന്ന ത്വക്ക് രോഗങ്ങൾക്ക് പൊതുവെ ഡെമോഡിക്കോസിസ് എന്നോ അല്ലെങ്കിൽ ഡെമോഡിസൈഡോസിസ് എന്നോ ആണ് പറയുക. നമ്മുടെ മുഖത്ത് ജീവിക്കുന്ന 8 കാലുകളുള്ള ഒരു ജീവിയാണ് ഡെമോഡെക്സ്. 65 തരം ഡെമോഡെക്സ് മൈറ്റ്സ് ഉണ്ടെങ്കിലും നമ്മുടെ ശരീരത്തിൽ കാണപ്പെടുന്നവ ആദ്യം പറഞ്ഞ 2 സ്പീഷീസ് മാത്രമാണ്, ഡെമോഡെക്സ് ഫോളിക്കുലോറും അതുപോലെ തന്നെ ഡെമോഡെക്സ് ബ്രെവിസ്. ഫൈലം ആർത്രോപോഡയിൽ വരുന്ന ഡെമോഡെക്സിൻ്റെ ക്ലാസ് അരാക്നിഡയാണ്. അരാക്നിഡ എന്ന് പറയുന്ന ക്ലാസ്സിൽ നമ്മുടെ 8 കാലി, ചിലന്തി ഒക്കെ വരുന്നുണ്ട്. എല്ലാവരുടെയും ശരീരത്തിൽ മുഖത്തെ പോഴ്സ് ഇവിടെയൊക്കെ ഡെമോഡെക്സ് ഒളിച്ചിരിപ്പുണ്ട്. സാധാരണ ചീക്സ് കവിളുകൾ, ഐലാഷസ് കൺപീലികൾ, ഫോർഹെഡ് നെറ്റി, ഔട്ട്സൈഡ് ഓഫ് ഇയർ കനാൽസ് കർണനാളങ്ങളുടെ പുറംഭാഗത്ത്, സൈഡ്സ് ഓഫ് നോസസ് മൂക്കിൻ്റെ ഇരുവശങ്ങളും, നെക്ക് കഴുത്ത് ഇവിടങ്ങളിലൊക്കെയാണ് ഡെമോഡെക്സ് കാണപ്പെടുന്നത്. ഡെമോഡെക്സ് ഫോളിക്കുലോറും മുഖത്തെ കൺപീലികൾക്കുള്ളിലും രോമകൂപങ്ങൾക്കരികിലും മുഖത്തെ മൃതകോശങ്ങളെ ആഹാരമാക്കി ജീവിക്കുമ്പോൾ ഡെമോഡെക്സ് ബ്രെവിസ് നമ്മുടെ സ്നേഹഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന എക്സസ് സെബം അഥവാ എണ്ണമയം ആഹാരമാക്കിയാണ് ജീവിക്കുന്നത്. മുഖത്ത് മാത്രമല്ല, കഴുത്തിലും മറ്റ് ശരീരഭാഗങ്ങളിലും സ്തനങ്ങളിലും ഗുഹ്യഭാഗങ്ങളിലുമെല്ലാം ഡെമോഡെക്സ് കാണപ്പെടാറുണ്ട്. ഈ ഡെമോഡെക്സുകളുടെ ഒരു ശരീരഘടന അതെങ്ങനെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം.
പ്രായമായ ഒരു ഡെമോഡെക്സിൻ്റെ നീളം 0.3 മുതൽ 0.4 mm വരെയാണ്. ഡെമോഡെക്സ് ഫോളിക്കുലോറം ഡെമോഡെക്സ് ബ്രെവിസിനേക്കാൾ നീളം കൂടിയ ഒരു ടൈപ്പാണ്. സെമി ട്രാൻസ്പെറൻറ്റ് അർദ്ധതാര്യ ശരീരമാണ് ഇതിനുള്ളത്. ശരീരം 2 ഫ്യൂസ്ഡ് പാർട്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ആദ്യത്തെ ബോഡി സെഗ്മെന്റിനോട് ചേർന്ന് 8 നീളം കുറഞ്ഞ സെഗ്മെന്റഡ് ആയിട്ടുള്ള കാലുകളാണ് ഡെമോഡെക്സിന് ഉള്ളത്. രോമകൂപങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഇരിക്കുവാൻ പാകത്തിലുള്ള ശൽക്കങ്ങൾ കൊണ്ടാണ് ഈ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. രോമകൂപങ്ങൾക്കുള്ളിലെ ഓയിൽ അല്ലെങ്കിൽ സെബം എല്ലാം ഭക്ഷിക്കുവാൻ പാകത്തിലാണ് പിന്നുപോലുള്ള വായ്ഭാഗങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഡെമോഡെക്സിന് സഞ്ചരിക്കുവാൻ കഴിയുന്ന സ്പീഡ് മണിക്കൂറിൽ 8 മുതൽ 16 മില്ലിമീറ്റർ മാത്രമാണ്. വെളിച്ചം ഒട്ടും ഇഷ്ടപ്പെടാത്ത ഇരുട്ടിനെ അധികം ഇഷ്ടപ്പെടുന്ന ഡെമോഡെക്സ് മൈറ്റുകൾ രാത്രിയിലാണ് സഞ്ചാരം കൂടുതലും. ഈ രാത്രിചരന്മാരുടെ ഭക്ഷണവും ഇണചേരലുമെല്ലാം രാത്രിയിൽ നമ്മുടെ മുഖത്താണ്. ഡെമോഡെക്സ് ഫോളിക്കുലോറത്തിലെ ഫീമെയിൽസ് ആൺവർഗത്തേക്കാൾ വലിപ്പമുള്ളവരാണ്. ആണിനും പെണ്ണിനും ലൈംഗിക അവയവങ്ങൾ ഉണ്ട്. രോമകൂപങ്ങളുടെ ഓപ്പണിങ്ങിലാണ് ഇണചേരൽ നടക്കുന്നത്. മുട്ടകൾ വിരിയുന്നത് രോമകൂപങ്ങൾക്ക് ഉള്ളിലും സെബേഷ്യസ് ഗ്ലാൻഡിന് ഉള്ളിലുമാണ്. 3-4 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ലാർവ പുറത്തു വരും. 7 ദിവസം കൊണ്ട് ഇത് പ്രായപൂർത്തിയാകുകയും ചെയ്യും. ഒരു ഡെമോഡെക്സ് മൈറ്റിൻ്റെ പൂർണ്ണ ജീവിത ചക്രം അല്ലെങ്കിൽ ലൈഫ് സൈക്കിൾ എന്ന് പറയുന്നത് 14 ദിവസമാണ്. സാധാരണ കുട്ടികളിൽ കാണുന്നതിനേക്കാൾ മുതിർന്നവരിലാണ് ഡെമോഡെക്സ് കാണപ്പെടുന്നത്. കാരണം കുട്ടികളിൽ സ്നേഹഗ്രന്ഥികൾ കുറവായതുകൊണ്ട് എണ്ണമയവും അഥവാ സെബം വളരെ കുറവായിരിക്കും. നടക്കും, ഭക്ഷിക്കും, നിങ്ങളുടെ മുഖത്ത് തന്നെ അവർ ഇണചേരും, അവിടെ തന്നെ മുട്ടയും ഇടും. എന്നാൽ അവർ ഡെമോഡെക്സ് മൈറ്റുകൾ ഒരിക്കലും വിസർജിക്കാറില്ല. കാരണം ഇവർക്ക് മലദ്വാരമില്ല. വിസർജ്യ വസ്തുക്കളൊക്കെ ശരീരത്തിൽ തന്നെ സൂക്ഷിച്ചു വെച്ച് അവസാനം 14 ദിവസത്തെ ജീവിതചക്രം പൂർത്തിയാക്കി രോമകൂപങ്ങളിലും നമ്മുടെ മുഖത്തുമെല്ലാം ഈ വിസർജ്യങ്ങൾ സഹിതം പൊട്ടിത്തെറിച്ചു എന്ന പോലെ മരണപ്പെട്ടു പോവുകയാണ് ഓരോ ഡെമോഡെക്സ് മൈറ്റുകൾക്കും സംഭവിക്കുന്നത്. നമ്മുടെ മുഖത്ത് ഇവറ്റകളുടെ വിസർജ്യമോ അയ്യേ എന്ന് ഇത് കേൾക്കുമ്പോൾ കുറച്ചു പേർക്കെങ്കിലും തോന്നിയേക്കാം. പക്ഷേ സത്യം അതാണ്. ഡെമോഡെക്സ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഉപദ്രവകാരികളല്ല. എന്നാൽ HIV, എയ്ഡ്സ് പോലെയുള്ള ചില രോഗങ്ങൾ മൂലമോ അല്ലെങ്കിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾക്ക് ശേഷം ഇമ്മ്യൂണോ സപ്രസ്ഡ് ആയിട്ടുള്ള രോഗികളിലോ ഇതിൻ്റെ മാനിഫെസ്റ്റേഷൻ കുറച്ചധികമായി എന്ന് വരാം. അത് ഒരു രോഗാവസ്ഥയിൽ അവരെ എത്തിച്ചു എന്നും വരാം. ആ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡെമോഡിക്കോസിസ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെയുള്ള സാഹചര്യങ്ങളിലും റൊസൈഷ പോലെയുള്ള ചർമ്മരോഗങ്ങൾ ഉണ്ടാകുമ്പോഴും കീമോതെറാപ്പിയുടെ സൈഡ് എഫക്ട്സ് ഒക്കെയായും ഡെമോഡിക്കോസിസ് കണ്ടുവരാറുണ്ട്. ഇനി ഡെമോഡിക്കോസിസ് പെട്ടെന്ന് ഉണ്ടായി എന്നും വരാം. ശരീരത്തിലെ പ്രതിരോധ സംവിധാനം തകരാറിലായ സാഹചര്യങ്ങളിൽ കടുത്ത ബേണിംഗ് സെൻസേഷൻ, ഇച്ചീനസ് ചൊറിച്ചിൽ, വൈറ്റ് ഹെഡ്സ് പോലെയുള്ള കുമിളകൾ, റെഡ്നസ് ചുവപ്പ് കളർ, തൊലിപ്പുറം സാൻഡ് പേപ്പർ പോലെയാകുക, എക്സീമ പോലെയുള്ള കണ്ടീഷനിൽ കാണപ്പെടുന്ന സ്കെയിൽസ് ഉണ്ടാകുക, അതുപോലെ സ്കിന്ന് വല്ലാതെ സെൻസിറ്റീവ് ആകുക, അതുപോലെ കൺപീലികളിൽ വെളുത്ത മിനുക്കം. ഇനി കണ്ണുകളെയാണ് ഇത് ബാധിക്കുന്നതെങ്കിൽ കാഴ്ചക്കുറവുണ്ടാകാം. കണ്ണുകളുടെ ചൊറിച്ചിലും കൺപീലികൾ പൊഴിയുന്നതും അതുപോലെ തന്നെ കൺപോളകളുടെ വീക്കവും ഒക്കെയാണ് ഇതിൻ്റെ സിംറ്റംസ്. ഈ ഒരു പരിതസ്ഥിതിയിലാണ് നിങ്ങളൊരു ഡോക്ടറെ കാണേണ്ടി വരിക. തീർച്ചയായും നിങ്ങൾ ഒരു ഡെർമറ്റോളജിസ്റ്റിൻ്റെയോ ഒരു ഒഫ്താൽമോളജിസ്റ്റിൻ്റെയോ സഹായം തേടണം. ഇങ്ങനെയുള്ള ഡെമോഡിക്കോസിസ് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങളിൽ പ്രധാനം നിങ്ങളുടെ കിടക്കവിരികൾ, തലയിണ ഉറകൾ എല്ലാം ചൂടുവെള്ളത്തിൽ അലക്കുകയും നല്ല വെയിലത്ത് ഉണക്കുകയോ ചെയ്യുക. അല്ലെങ്കിൽ ഹോട്ട് ഡ്രയറുകളിൽ ഉണക്കി എടുക്കുകയോ ചെയ്യണം. ഇപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ മുഖം വീണ്ടും വീണ്ടും സോപ്പിട്ട് കഴുകി? നമ്മുടെ ശരീരത്തിലെ മൃതകോശങ്ങളിൽ നിന്നും എക്സസ് ആയി ഉണ്ടാകുന്ന സെബം ഭക്ഷിച്ച് നമ്മുടെ മുഖം കൂടുതൽ ക്ലീനാക്കി നമുക്ക് ഈ ഡെമോഡെക്സ് മൈറ്റുകൾ വലിയ സഹായമാണ് ചെയ്യുന്നത് എന്ന് പറയുന്നവർ ഉണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ നാച്ചുറൽ മൈക്രോബയോമിൻ്റെ ഭാഗമാണ് ഈ കുഞ്ഞന്മാർ. അവർ നമുക്ക് ഉപദ്രവകാരികളാകാത്തിടത്തോളം അവരെ നമുക്ക് വെറുതെ വിടാം. ഈ വീഡിയോ ഒരു പുതിയ അറിവ് നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറ്റുള്ളവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും എല്ലാം വളരെ പ്രധാനപ്പെട്ടതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.